ഹായ് നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ സുഹൃത്തുക്കളെ, പത്തനംതിട്ട ജില്ലയിലെ പന്തളം തുമ്പമൺ എന്ന സ്ഥലത്ത് ഒരു വീട്ടുവളപ്പിൽ അടുക്കള കൃഷി ചെയ്യുന്ന ഒരു നല്ല അടിപൊളി കർഷകനെ നമുക്ക് പറ്റിയത്. ഹലോ അച്ഛന്റെ പേരെന്തുവാ? എന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. എന്റെ വൈഫിന്റെ പേര് സാലി. ഇപ്പൊ രണ്ടുപേരും കൂടിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് അല്ലേ? എന്റെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ എന്റെ വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് പയറിന്റെയാണ്. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ വിളവെടുപ്പാണ്. എന്റെ ആവശ്യത്തിനുള്ള പയർ കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഒരു 5 കിലോ പയറോളം പറിച്ചു. അതിൽ ഇത്രയും പയർ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന്, ബാക്കി ഞാൻ കടയിൽ കൊടുത്തു. വേറെ ഞാൻ വെണ്ടയ്ക്ക എൻ്റെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അത് ഞാൻ പറിച്ചു വെച്ചു. അതും അധികമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ കടയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചീരത്തോട്ടമുണ്ട്. പിന്നെ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പച്ചക്കറികളും കാശ് കൊടുത്ത് മേടിക്കാറില്ല. ഇത് പ്ലാവിൻ്റെ തൈയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് ഇത്. അതുപോലെ ഓമ 6 മാസം കൊണ്ട് കായ്ക്കുന്നതാണ് ഓമയ്ക്ക. പിന്നെ ഞാൻ ഒരു പച്ചക്കറി സാധനങ്ങളും ഞാൻ കടയിൽ നിന്ന് മേടിക്കാറില്ല. എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേന, കിഴങ്ങ്, പിന്നെ കപ്പ. കിഴങ്ങ് ഇത് പുഴുങ്ങി തിന്നാനും അതിനുമൊക്കെ നല്ല സ്റ്റാർച്ചുള്ളതാണ്. നല്ല റേറ്റ് തന്നെയാണ്. വെണ്ട 2 സൈസ് വെണ്ടയുണ്ട്. അത് ഇത് 2 സൈസുണ്ട്. ഒന്ന് പച്ച കളറ്, ഒന്ന് ചുമന്ന കളറ്. ഇത് രണ്ടും എൻ്റെ ഡെയിലി എനിക്ക് ഇത് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ അധികമായിട്ടുണ്ടെങ്കിൽ ഞാൻ കടയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അടുക്കളത്തോട്ടത്തിലുള്ള സകല സാധനങ്ങളും ഈ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയും പച്ചക്കറി, കഴിഞ്ഞ വർഷവും ഇത് തന്നെയാണ്, ഈ വർഷവും ഇത് തന്നെയാണ്. ഞാൻ ഇതുവരെയും കടയിൽ നിന്ന് പച്ചക്കറി സാധനങ്ങൾ മേടിച്ചിട്ടേ ഇല്ല. അപ്പൊ അമ്മാമ്മ എങ്ങനെയാണ് ഈ കൃഷിയിൽ കൃഷി സഹായിക്കാറുണ്ടോ അച്ഛൻ? അമ്മാമ്മ ഇതിനകത്ത് വേറെ അമ്മാമ്മയുടെ സ്പെഷ്യൽ കൃഷി എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അതോ ചീര? പിന്നെ ഇത് കുടംപുളിയോ? അതെ, ഇത് സാധാ വെറൈറ്റിയാ? കുടംപുളിയൊക്കെ സാധാ വെറൈറ്റി. പിന്നെ ഓമയുണ്ട്, വാഴയുണ്ട്. എന്റെ മേൽവശത്തെ എല്ലാം വാഴയാണ്. പിന്നെ തെങ്ങും ഉണ്ട്, കുറെ തെങ്ങും നട്ടിട്ടുണ്ട്. ഇത് ഏത് വെറൈറ്റിയാണ്? വാഴ നല്ല ഏത്തവാഴയാണ്. ഒരു സൂപ്പർ അടുക്കളത്തോട്ടാണ്. അതെ. ഞാൻ ഇതുവരെയും പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ടേ ഇല്ല. എല്ലാം ഞാൻ എൻ്റെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കുന്നതാണ്. പാവലുണ്ടായിരുന്നു, പാവന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ചക്കയുണ്ട്. ഇത് വരിക്കച്ചക്കയാണ്. പിന്നെ എൻ്റെ ആവശ്യത്തിനുള്ള കുരുമുളകും എൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഉണ്ട്. എല്ലാ കൃഷിയുണ്ട്. ഓക്കെ. ജോർജിന്റെ ഈ അടുക്കളത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലെ അടുക്കളത്തോട്ടം നിങ്ങളുടെയും വീട്ടിൽ സ്ഥാപിക്കുക. അതുവഴി നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ബൈ. താങ്ക് യു.